വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഭോപ്പാലിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ കൊച്ചുമകളുടെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവെ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കർത്താവെ, ആ മോളെ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. കൊച്ചുമകൻ നെയ്ത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ആരോഗ്യം നൽകണമേ. ഹാർട്ട് പ്രോബ്ലം പൂർണ്ണമായും ആ പൈതലിൽ നിന്ന് മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൾ സൈറയ്ക്ക് സ്പീച്ച് നന്നായി ഡെവലപ്പ് ചെയ്യുവാനും വളരെ നോർമലായ ഒരു ജീവിതം ലഭിക്കാനും കർത്താവ് സഹായിക്കണമേ. ഞങ്ങളേവരും ചേർന്ന് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള വിവിധ വേലായുധന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തികമായ കടബാധ്യതകളിൽ നിന്നും കർത്താവ് ഒരു വലിയ സ്വാതന്ത്ര്യം നൽകണമേ. നാട്ടിലുള്ള സ്ഥലം പേരിലായി കിട്ടേണ്ടതിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ വിൽപ്പന നടക്കാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിളിമാനൂരിൽ നിന്നുള്ള പുഷ്കലകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കൊച്ചുമകൻ ആരോമലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ആർത്രൈറ്റിസ് പൂർണ്ണമായി മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തം ഭവനം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ട് ഭാഗങ്ങളിലുമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നല്ല ആരോഗ്യം ഇവർക്കെല്ലാം ഉണ്ടാകാൻ, അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് മൈഗ്രെയിൻ നിന്ന് പരിപൂർണമായി കർത്താവ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് BP-യും അതുപോലെ ഡയബറ്റീസും കൊളസ്ട്രോളും ഇതിലെല്ലാം കർത്താവ് വിടുതലും സ്വാതന്ത്ര്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എറണാകുളത്തുള്ള ടിൻറ്റു എൽദോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയാദിൽ നല്ല ഒരു ജോലി ലഭിക്കുവാൻ, അതുപോലെ കർത്താവെ അവളുടെ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഇന്നത്തെ ഓരോ സ്പോൺസറേയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ഒക്ടോബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വിതുര, തിരുവനന്തപുരം ഒക്ടോബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നാസ് ഓഡിറ്റോറിയം, മാർക്കറ്റ് ജംഗ്ഷൻ, വിതുര, തിരുവനന്തപുരം. ഈ സഹോദരൻ കൊടകര അടുത്ത് പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ സഹോദരൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സിംഗപ്പൂരിലായിരുന്നു. അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിൽ ഒരു സ്റ്റോർ കീപ്പറായിട്ടായിരുന്നു ഈ മകൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ സാലറിയിൽ നിന്ന് ലെവി കൊടുക്കണമായിരുന്നു. ആ മകന് ലോ ലെവി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷനുണ്ട്. ഈ എക്സാമിനേഷൻ എഴുതി പാസ്സാകാത്തവരാണെങ്കിൽ സാലറിയേക്കാൾ കൂടുതലായിട്ടുള്ള ടാക്സ് ആയിരിക്കും ഈടാക്കുന്നത്. അത് കൊടുക്കുന്നത് സ്പോൺസറായിരിക്കും. കൊണ്ടുപോയി സ്പോൺസറാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പോരാൻ നേരത്ത്, അതായത് 10 വർഷം കഴിഞ്ഞതിന് തൊട്ട് മുൻപായിട്ട് അവിടെ നിലനിൽക്കണമെങ്കിൽ ഈ ലോ ലെവി ടെസ്റ്റ് പാസ്സാകണമായിരുന്നു. 2 പ്രാവശ്യം ഈ മകൻ ആ ടെസ്റ്റ് എഴുതി. 90,000 രൂപ സ്പോൺസർ കെട്ടിവെച്ചിട്ടായിരുന്നു ആ ടെസ്റ്റ് നടത്തിയത്. 2 പ്രാവശ്യവും ഈ മകൻ തോറ്റുപോയി.
ഈ മകൻ്റെ ഒരു പ്രത്യേകത, അവിടെ നമ്മുടെ ഇവിടെയുള്ള പ്രോഗ്രാമുകൾ നെറ്റിലൂടെ മിക്കവാറും ദിവസങ്ങളിൽ ഡൗൺലോഡ് ചെയ്ത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയും ഇവിടെ നമ്മുടെ പ്രെയർ വാരിയേഴ്സിനെ അവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും എന്തുകൊണ്ടെന്ന് അറിയില്ല, അവിടുന്ന് ടെസ്റ്റ് പാസ്സായില്ല. പീരീഡ് കഴിഞ്ഞു, അവിടുന്ന് നാട്ടിലേക്ക് മടക്കി വിട്ടു. ഇവിടെ വന്നിട്ട് 4 മാസമായി. വന്ന നാൾ മുതൽ നമ്മുടെ ആരാധനയിൽ എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കുകയും ഇവിടെ വന്ന് ദൈവദാസനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ 1 മാസം മുൻപ് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ കൊണ്ടുപോയ സ്പോൺസർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഹൈ റെക്കമെൻഡേഷനിലൂടെ ടെസ്റ്റ് എഴുതാത്ത വണ്ണം നിനക്ക് ഞാൻ ആ ലോ ലെവൽ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ലഭിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് വിളിച്ച് പറഞ്ഞത്, ഒരു ഹൈ റെക്കമെൻഡേഷനിലൂടെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വീണ്ടും 10 വർഷത്തേക്ക് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാം, ഞാൻ ഉടനെ തന്നെ നിൻ്റെ വിസ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 2 ആഴ്ച മുമ്പ് ലഭിച്ച ലോ ലെവൽ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ്. മറ്റേത് ഇന്നലെ വന്ന വിസയാണ്. അടുത്ത ശനിയാഴ്ച ഈ മകൻ തിരിച്ച് 10 വർഷത്തേക്ക് വീണ്ടും സിംഗപ്പൂരിലേക്ക് പറക്കുക. യേശു കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. ഹൈ ലെവൽ റെക്കമെൻഡേഷൻ അതൊന്നും പറയാമോ, അതെന്താ സംഭവം? ഇതിലെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം യേശു തന്നെ നേരിട്ട് ഹൈ റെക്കമെൻഡ് ചെയ്യിക്കാനായിട്ട് മുതലാളിനെ തോന്നിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈ ലെവൽ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ അത് ഈ സമൂഹത്തിലെ ഉന്നതന്മാർ ആരും എന്തെങ്കിലും പിടിപാടുണ്ടായിരുന്നോ? ഇല്ല, യാതൊരു പിടിപാടുമില്ല. സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കൈക്കൂലി കൊടുക്കാനോ ഒന്നും അവിടെ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇത് മിറാക്കിൾ തന്നെ, യേശു തന്നെ ഇത് പ്രവർത്തിച്ചു. ഈ മകൻ പറയുന്നത്, വന്ന ഉടനെ തന്നെ ഇവിടുന്ന് നമ്മുടെ പ്രെയർ ഡയറി മേടിച്ചിരുന്നു, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വന്ന ദിവസം തന്നെ മേടിച്ച് അതിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഓ ശരി. പ്രെയർ റിക്വസ്റ്റ് എഴുതുന്ന നമുക്ക് എഴുതാവുന്ന കോളത്തിൽ നീണ്ട അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു ഹൈ ലെവൽ റെക്കമെൻഡേഷൻ കർത്താവ് തന്നിരിക്കുകയാണ്. John 14 and verse number 27. യോഹന്നാന്റെ സുവിശേഷം 14:27. Peace I leave with you. My peace I give you. I do not give to you as the world gives. Do not let your hearts be troubled and do not be afraid. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. Somebody say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Jesus came to this world as a baby. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു ശിശുവായിട്ടാണ് ഇറങ്ങി വന്നത്. Now he is 33.5 years old. ഇപ്പോൾ പ്രായപൂർത്തിയായി യേശു കർത്താവ് 33.5 വയസ്സ് പ്രായമുള്ളവനായി നിൽക്കുകയാണ്. Jesus called all his disciples. അന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. Jesus said, I am going back to the Father. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുകയാണ്. But എന്നാൽ, everybody say but. എല്ലാവരും ഉറക്കെ പറയാമോ? എന്നാൽ, but എന്നാൽ I am not taking back the peace I brought down from heaven when I am going back. എന്നാൽ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന സമാധാനമുണ്ടല്ലോ, അത് ഞാൻ തിരികെ കൊണ്ടുപോകുന്നില്ല. Hallelujah. Hallelujah. He says, I am leaving my peace with you guys. അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. I am not taking it away. അത് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നില്ല. Hallelujah. Hallelujah. But do not let your hearts be troubled. എന്നാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Hallelujah. Hallelujah. Meaning, enjoy this peace that I have given you. അതിന്റെ അർത്ഥം ഇതാണ്, ഈ ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള സമാധാനം അങ്ങ് ആസ്വദിച്ച് ജീവിക്കുക. John 16. യോഹന്നാൻ 16 verse number 33. അതിന്റെ 33. I have told you these things so that in me you may have peace. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. In this world you will have trouble, but take heart, I have overcome the world. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. There is a wonderful promise here. ഇവിടെ ഒരു മനോഹരമായ വാഗ്ദാനമുണ്ട്. What is the promise? എന്താണ് ആ വാഗ്ദാനം? You will have troubles in this world. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്.
Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടോ? Jesus has promised us that there will be troubles in your life in this world. യേശു കർത്താവോട് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്. Hello. But take heart, I have overcome the world. എന്നാൽ അതിന്റെ ശേഷം അവിടെ എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. And I have given you a wonderful, heavenly, inexplainable peace that you can enjoy even in troubles. എന്ന് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ വിശ്വസിക്കുക, ആർക്കും വർണ്ണിക്കുവാൻ സാധിക്കാത്ത അവർണ്ണനീയമായ സ്വർഗീയ സമാധാനം നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വാണരുളും. Hallelujah. Hallelujah. Romans 5:1 says, റോമർക്കെഴുതിയ ലേഖനം 5:1 പറയുന്നു, when we have faith in God, we are justified and we will have a good relationship with the Father and we will enjoy peace. അവിടെ എഴുതിയിരിക്കുന്നു, നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. Hallelujah. Hallelujah. Ephesians 2:14 says, എഫേസ്യർക്കെഴുതിയ ലേഖനം 2:14 പറയുന്നു, Jesus came down and he has made peace between the two groups. യേശു കർത്താവ് രണ്ട് പക്ഷത്തിനും ഇടയിലായി സമാധാനത്തിന്റെ കരാറുണ്ടാക്കി. All the dividing walls have been demolished. എല്ലാവിധമായിട്ടുള്ള നടുച്ചു വേർപാടിന്റെ നടുച്ചുവരിനെയും അവൻ ഇടിച്ചു കളഞ്ഞു. Somebody say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. Isaiah 26 and verse number 3 says, യെശയ്യാവിന്റെ പ്രവചനം 26:3 പറയുന്നു, you will keep in perfect peace those whose minds are steadfast because they trust in you. യെശയ്യാവിന്റെ പ്രവചനം 26:3 നിന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനെ നീ സമ്പൂർണ്ണ സമാധാനത്തിൽ സംരക്ഷിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ മക്കളെ പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് കർത്താവിൽ ഉറപ്പിക്കണം. ആമേൻ. പറഞ്ഞ അടുത്തിരിക്കുന്ന ആളോട്, പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് കർത്താവിൽ ഉറപ്പിക്കണം. വേറെ എങ്ങും കൊണ്ടുപോയി ഉറപ്പിക്കരുത്. Isaiah 48 and verse number 18. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 48:18. If we obey the Lord, our peace will be flowing like a river. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നദി പോലെ സമാധാനം നിങ്ങളിലേക്ക് ഒഴുകും. Somebody say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. If you have an English Bible and if it is an amplified version, നിങ്ങളുടെ കയ്യിൽ ഒരു ആംപ്ലിഫൈഡ് വേർഷനിലുള്ള ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ, and if you read Colossians 3:15, കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:15 നിങ്ങൾ വായിച്ചാൽ, you will see some wonders there. അവിടെ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Listen to me. ദയവായി ശ്രദ്ധിച്ചാലും. We read, let the peace of Christ rule in your hearts. അവിടെ നാം വായിച്ചത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ്. The word rule, if you study in Greek, it is an athletic or it's a sports term. ഈ റൂൾ എന്ന വാക്ക് പുതിയ നിയമത്തിലെ ഭാഷയിലെ ബൈബിൾ എഴുതിയിട്ടുള്ള ഗ്രീക്ക് ഭാഷയിലായതുകൊണ്ട് ഗ്രീക്കിൽ ഈ വാഴട്ടെ എന്ന് പറയുന്ന വാക്ക് അത് സ്പോർട്സിൽ ഉപയോഗിക്കുന്ന കായിക രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. And the literal translation is this: let the peace of Christ umpire in your hearts. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ്, യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ അമ്പയർ ചെയ്യട്ടെ, നിയന്ത്രിക്കട്ടെ. How many of you have heard the word umpire? അമ്പയർ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? Umpire അല്ലട്ടോ, umpire. അമ്പയർ എന്നുള്ളത്. How many of you have heard referee? എത്ര പേര് റെഫറി കേട്ടിട്ടുണ്ട്? Football referee. You have heard? That is the word used there. ഇവിടെ അമ്പയർ റെഫറി ആ വാക്കാണ് ഇവിടെ വാഴട്ടെ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. And I'll give you the picture. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രീകരണം നൽകാം. When you're in trouble, നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ, for example, you have 20 lakhs rupees debt. അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് 20 ലക്ഷം രൂപ കടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. Where is cyanide? എവിടെയുണ്ട് സയനൈഡ്? I want to have dinner with cyanide today. ഇന്ന് രാത്രി സയനൈഡ് കഴിച്ച് അത്താഴം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I want to sleep forever. എന്നും എന്നേക്കുമായി ഉറങ്ങാനായിട്ട്.
I'm going to fly to a world where there is no debts. ഒരിക്കലും കടമില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്ര ചെയ്യാൻ പറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So when you are in trouble, നിങ്ങൾ പ്രശ്നത്തിലാകുമ്പോൾ worries will come up. ഓർക്കുക, ആകുലതകൾ പൊങ്ങി വരും. Fear will come up. ആ സമയത്ത് ഭയങ്ങൾ നിങ്ങളിലേക്ക് വരും. Anxieties will come up. അപ്പോൾ തന്നെ വല്ലാത്ത പരവേശ ഭയങ്ങൾ So നിങ്ങളിലേക്ക് many വരും. negative things will come up. ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരും. All right? At the same time, on the other side, if you have a person with the Holy Spirit, അപ്പോൾ തന്നെ മറുഭാഗത്ത് ഓർക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് the Holy Spirit will give you rest. Wants to give you rest. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശരിക്കും വിശ്രാമം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. And encouragement. അപ്പോൾ തന്നെ പ്രോത്സാഹനം നൽകുക, Courage. ധൈര്യം നൽകുക, etc. തുടങ്ങിയുള്ള So in your heart now there are two teams. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രണ്ട് ടീമുകൾ പ്രവർത്തിക്കുകയാണ്. One team is negative and the other team is positive. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരം ചിന്തകൾ Where is the negative team? കൊണ്ടുവരുന്നത്. രണ്ടാമത്തേത് പോസിറ്റീവ് ടീമും. Here comes one team. Come. ദാ നോക്കൂ, ഇവിടെ ഒരു ടീം. Stop. ടീം നമ്പർ 1 ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. Worry, fear, anxiety, discouragement. നോക്കുക, ആകുലതകൾ, ഭയം, അതുപോലെ തന്നെ ചിന്താകുലങ്ങൾ. Second team is what? രണ്ടാമത്തെ ടീം എന്താണ് ചെയ്യുന്നത്? Encouragement. അവര് ധൈര്യം കൊടുക്കുന്നു. Hope, faith. വിശ്വാസം, പ്രത്യാശ മുതലായ കാര്യങ്ങൾ കൊടുക്കുന്ന രണ്ടാമത്തെ So when you are in trouble, you have two teams working in your mind and in your heart. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുപോലെ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ പൊക്കിക്കൊണ്ടുവരുന്ന രണ്ട് ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. And a special game is going to take place. ആ സമയത്ത് ഒരു പ്രത്യേകമായ ഒരു മത്സരം ഇതിനുള്ളിൽ നടക്കുകയാണ്. And there will be an umpire in the game. Where is the umpire? Please come. ഓർക്കുക, ഈ സമയത്ത് ഒരു അമ്പയർ ഈ കളി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുണ്ട്. Oh, here comes the umpire. നോക്കൂ, ഇതാണ് ഈ കളി നിയന്ത്രിക്കുന്ന അമ്പയർ എന്നുള്ളത്. So when arguments comes, when fights come, when conflicts come, he has the final say. ഓർക്കുക, ഹൃദയത്തിനകത്ത് ഈ രണ്ട് ടീമുകൾ, ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിന്റെ അവസാനത്തെ വാക്ക് പറയുന്ന ഈ അമ്പയർ ആയിരിക്കും. Hallelujah. Hallelujah. You are in great trouble. ഇപ്പോൾ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. A great fight is going on in your heart. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയൊരു മത്സരം നടക്കുകയാണ്. Now the competition starts. Come on. ഇപ്പോൾ ഇതാ കോമ്പറ്റീഷൻ തുടങ്ങിയാണ്, മത്സരം തുടങ്ങി. Yes, come on. Fight. Team 1 and team 2 fighting. നോക്കൂ, Fear, ആകുലതയും വിശ്വാസവും തമ്മിൽ. anxiety. So many negative things once. Oh my God. Come on. Who is the winner? ആരാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്? Oh my God. അമ്പയർ ആണ് അത് The തീരുമാനിച്ചിരിക്കുന്നത്. umpire says faith has won. ഇവിടെ അമ്പയർ പറയുന്നു വിശ്വാസം ജയിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. Hope has won. ഇതാ പ്രത്യാശ ജയിച്ചിരിക്കുന്നു. And this umpire is the peace of Christ. ഈ അമ്പയർ ആണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്ന ക്രിസ്തുവിന്റെ സമാധാനം എന്നുള്ളത്. When Jesus came down to this world in Bethlehem, he brought this umpire into this world to rule in your hearts. ഓർക്കുക, യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് ജയം ലഭിക്കുവാൻ വേണ്ടി ഈ ക്രിസ്തുവിന്റെ സമാധാനത്തെ ഇവിടെ തന്നിട്ടാണ്. And Paul says, let the umpire rule in your heart. അതുകൊണ്ടാണ് പൗലോസ് അവിടെ എഴുതുന്നത്, ഈ അമ്പയർ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വാഴട്ടെ. That means automatically he will not come and rule. അതിന്റെ അർത്ഥം സ്വാഭാവികമായിട്ട് ഈ അമ്പയർ അങ്ങ് വന്നു വാഴില്ല. Allow the peace of Christ to rule in your hearts. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ദൈവ സമാധാനം വാഴുവാനായി നിങ്ങൾ അവനെ അനുവദിക്കണം. നല്ലൊരു കൈയ്യടി കൊടുത്താല്. Hallelujah. Tell your neighbor, peace is the umpire in your life. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിലെ അമ്പയർ ആണ് പറഞ്ഞേ ദൈവ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം. Then he says, let the word of Christ dwell richly in you. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സമൃദ്ധിയായി നിങ്ങളിൽ വസിക്കട്ടെ. വലതുകരം ഉയർത്താം, ഉറക്കെ പറഞ്ഞേ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി എന്നിൽ വസിക്കട്ടെ. ഇനിയും പറ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി എന്നിൽ വസിക്കട്ടെ. In our hearts personally, lot and lots of the word of God
may dwell in us. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി 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 വചനങ്ങൾ വസിക്കുവാനായി സാധിക്കും. Again Paul says, let the word of Christ dwell in you richly. Let, allow him. ഇവിടെ പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കട്ടെ, വസിക്കട്ടെ, അതിനെ അനുവദിക്കുക എന്ന മീനിങ് ആണ്. You have 2 Bibles at home. നിങ്ങളുടെ വീട്ടിൽ 2 ബൈബിൾ ഉണ്ട്. Very good. വളരെ നല്ല കാര്യം. Gold all over here. Edges are gold. എല്ലായിടത്തും സ്വർണ്ണ നിറം അടിച്ചിട്ടുള്ള ബൈബിൾ ഒരെണ്ണം. And you kiss it. അതിന് നിങ്ങൾ ഉമ്മ കൊടുക്കുന്നു. Every morning you kiss the Bible. എല്ലാം രാവിലെ എഴുന്നേറ്റ് ഉമ്മ കൊടുക്കുന്നു. And when you kiss the Bible, the word of God will not jump out of the pages and enter your heart. It will not. ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരുന്നാൽ ആ വചനം ഒരിക്കലും അതിന്ന് ചാടി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറില്ല. വചനം കയറി. Oh. No, it will not come like that. അങ്ങനെയൊന്നും ദൈവവചനം ഹൃദയത്തിനകത്ത് കയറൂല. അടുത്ത ആളോട് പറഞ്ഞ you have to open it. നിങ്ങൾ ആ ബൈബിൾ തുറക്കണം. പറ അടുത്ത ആളുകളോട്. You have to read it. നിങ്ങൾ അത് വായിക്കണം. You have to read the Bible. നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കണം. In the 80s, way back in 80s, when I came to the Lord, I remember day and night, hours and hours, I was sitting with a little New Testament given from the Gideons and with a sketch pen, reading, underlining the Bible. 1980കളിൽ ആദ്യമായി യേശു ക്രിസ്തുവിലേക്ക് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ പുതിയ നിയമത്തിന്റെ പതിപ്പ് മാത്രമായ ആ ഗിഡിയൻസ് ബൈബിൾ രാവും പകലും ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കയ്യിലുള്ള സ്കെച്ച് പെന്നുകൾ വെച്ച് ഞാൻ മാർക്ക് ചെയ്ത് വായിച്ചു പഠിച്ച് കാണാതെ പഠിച്ചുകൊണ്ടിരുന്നു. Allow the word of Christ to dwell in you, not poorly, richly. ഓർക്കുക, അങ്ങനെ ക്രിസ്തുവിന്റെ വചനം വളരെ കുറച്ചായിട്ടല്ല, ശകലമായിട്ടല്ല, സമൃദ്ധിയായി നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴുവാൻ അനുവദിക്കുക. 1 Peter chapter 2 verse number 2 and 3 says, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-3 വചനങ്ങൾ പറയുന്നു, like newborn babies crave pure spiritual milk, so that by it you may grow up in your salvation, now that you have tasted that the Lord is good. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ Yes. രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവേൻ. Say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ഒക്ടോബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വിതുര, തിരുവനന്തപുരം ഒക്ടോബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നാസ് ഓഡിറ്റോറിയം, മാർക്കറ്റ് ജംഗ്ഷൻ, വിതുര, തിരുവനന്തപുരം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും കർത്താവെ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. ഭയങ്കരമായ ചുമ, ഒരു അലർജിക് കോഫ് പോലെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നു. അതിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാതെ, ഒത്തിരി മരുന്നുകൾ കഴിച്ചു, പക്ഷേ സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വ്യക്തി, ഒരു വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തുന്നത് പോലെ ആ ചുമ അവിടെ നിൽക്കട്ടെ, പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. മറ്റുള്ള വിവിധ രീതിയിലുള്ള അലർജികൾ, ഡസ്റ്റ് അലർജി, ഫുഡ് അലർജി, സോപ്പ് എടുക്കുമ്പോൾ അലർജി, ഇങ്ങനെയുള്ള പലവിധ അലർജികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ ചുരുങ്ങി മാറിപ്പോകട്ടെ. കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന പല ദമ്പതികളെയും പരിശുദ്ധാത്മാവ് ഇന്ന് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിച്ച് മറ്റേ കൈ ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായൊരു വിടുതൽ കർത്താവ് നീ നൽകുന്നതിനാൽ നന്ദി പറയും. കർത്താവ് ഒരു വലിയ വിടുതൽ. കരയാത്ത ദിവസങ്ങളിൽ അതുപോലെ എന്നും കണ്ണുനീരിലായിരിക്കുന്ന ചില വ്യക്തികൾ, ആ ദുഃഖത്തിൻ്റെ അവസ്ഥകൾ മാറ്റി സന്തോഷം അകത്ത് പരിശുദ്ധാത്മാവ് സമാധാനവും സന്തോഷം നൽകിയ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. തലച്ചോറിൽ ഹെമറേജ്, രക്തസ്രവമുണ്ടായി
അതിനാൽ ശരീരത്തിൽ ആഘാതങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സ്വതന്ത്രമാകട്ടെ. നട്ടലിലുള്ള പ്രയാസങ്ങൾ മാറട്ടെ, ബാക്ക് പെയിൻ മാറിപ്പോകട്ടെ. ഷുഗർ ഭയങ്കരമായി മൂർച്ഛിച്ചിട്ടുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഷുഗർ ലെവൽ കൺട്രോൾഡ് ആകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്കിൻ ഡിസീസുകൾ മാറിപ്പോകട്ടെ. ഈ സമയത്ത് കൈകൾ നീട്ടി ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് അത് യേശുവിനോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് പ്രയാസമാണെങ്കിലും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിലും, വീടിന് വേണ്ടിയാകാം, വിവാഹത്തിന് വേണ്ടിയാകാം, വിസയ്ക്ക് വേണ്ടിയാകാം, ജോലിക്ക് വേണ്ടിയാകാം, സാമ്പത്തിക വിടുതലിന് വേണ്ടിയാകാം, എന്തിനായിരുന്നാലും കർത്താവ് നീ അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടത്തിനാൽ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് റാന്നിയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ വിതുരയിലാണ്. രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അത് ലഭിക്കുന്നതാണ്. തപാൽ മാർഗം സ്വന്തമാക്കാം, ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചകളിലും വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന ആരാധനകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.